നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിന്റെ ഹർജി അവസാനിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി. അഹമ്മദ് മുജ്തബ, എന്താണ് ഹൈക്കോടതി ഈ വിഷയത്തിലെടുത്ത നിലപാട്? ഇന്നലെ തന്നെ ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളുടെ ഹർജി സുപ്രീം കോടതിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതിയെ സമീപിക്കാമല്ലോ എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയത്. പക്ഷേ സംസ്ഥാനം പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിന്റെ ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യമുള്ളത്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ആ ഘട്ടത്തിൽ വലിയ ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടാകും. കാര്യം SIR നടപടികൾക്ക് 27,000-ലധികം ഉദ്യോഗസ്ഥരെ വേണം. 1,76,000 ഉദ്യോഗസ്ഥരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കണം. ഈ രണ്ടും കൂടി വരുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് SIR-മായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പ്രത്യേകമായി തന്നെ ഒരു ഹർജി കേരളത്തിൽ അത് നടപ്പാക്കുന്നത് അല്പം നീട്ടിവെക്കണം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിലാണ് നടക്കുക എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് നടത്തിയത് സംസ്ഥാനം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഫെബ്രുവരി അവസാനത്തോടു കൂടി അല്ലെങ്കിൽ മാർച്ച് മാസത്തോടു കൂടി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടി വരും. അതിനു മുമ്പായി ഈ നടപടികൾ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് എന്തായാലും കോടതി ഇന്നലെ തന്നെ പറഞ്ഞത് അങ്ങനെ ഒരു സാധ്യത സംസ്ഥാനത്തിനുണ്ട്. ഈ വിഷയങ്ങൾ മറ്റു ഹർജികൾ അവിടെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു നീക്കത്തിലേക്ക് പോയിക്കൂടെ എന്ന് ഇന്നലെ സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോഴെന്തായാലും വിധി പറഞ്ഞിരിക്കുന്നു. ആ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി അവസാനിപ്പിക്കുകയാണ്. വിഷയം ക്ലോസ് ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നാണ് ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്.